ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ഡിയർ ഫ്രണ്ട്സ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഇന്ന് നമ്മളെ ഷവോമി 14 അൾട്രയുടെ റിസർവ് എഡിഷൻ ബോക്സ് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഷോർട്സ് നേരത്തെ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു വലിയ പെട്ടി വന്നപ്പോഴത്തേക്ക് അൺബോക്സ് ചെയ്തതിൻ്റെ ഒരു ചെറിയ ഷോർട്സ് നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ ചെയ്ത് എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് കാണാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. സംഭവം പെട്ടിയൊക്കെ നൈസ് ഒരു ലെതർ ബോക്സ് ആണ്. ഇവിടെ ഒരു ലോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തുറക്കാം. വൗ, തുറക്കുമ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു വെൽക്കം കാർഡ് പോലൊരു സംഭവം വരുന്നുണ്ട്. കണ്ടില്ലേ, ഷവോമി 14 റിസർവ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് വെൽക്കം കാർഡ്. പിന്നെ ഈ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് റിസർവ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ്, ചുമ്മാ വലിയ കാര്യമൊന്നുമില്ല. ഇത് നമ്മളെ ഫോൺ ഷവോമി അൾട്ര. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ കേസാണ്. അതിനകത്ത് വേറെ സംഭവമൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കേസ് ആണെന്നേ ഉള്ളൂ. എനിക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കേസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കിയിട്ട് നോക്കാം എങ്ങനെയുണ്ട്. വേറെ കേസ് മേടിക്കേണ്ടി വരും, ഇത് വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഇത് പിന്നെ ഹൈഡ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സർക്കുലർ പോളറൈസർ ഫിൽറ്റർ ആണ്. അപ്പോൾ ഈ പോളറൈസർ ഫിൽറ്റർ എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പറയുന്ന പോലെ ഭയങ്കര ലൈറ്റ് ഒക്കെ ഉള്ള സമയത്ത് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഫേസിലൊക്കെ ലൈറ്റ് വരുമ്പോഴത്തേക്ക് ബ്ലീച്ച് ആയിട്ടൊക്കെ പോകത്തില്ലേ, ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് ലൈറ്റ് കത്തി. അപ്പോൾ ഈ പോളറൈസർ ഫിൽറ്റർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെയുള്ള ലൈറ്റിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി കിട്ടും. പിന്നെ ഇതെന്ന് പറയുന്നത് ഫിൽറ്റർ അഡാപ്റ്റർ ആണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഫോണിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് ഇതിനകത്തായിരിക്കും മിക്കവാറും ഈ ഹൈഡയുടെ പോളറൈസർ ഫിൽറ്റർ ഇടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കേസ് എങ്ങനെയാണെന്നുള്ളത് പിടിച്ചു നോക്കാം. ഇതൊരു പ്ലാസ്റ്റിക് കേസാണ്, വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു ബട്ടൺ പോലെ സംഭവമൊക്കെ കാണുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനില്ല. ഇത് തിരിക്കാനൊന്നും പറ്റൂല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ മെയിൻ സാധനം ഫോൺ അൺബോക്സിങ്. ഷവോമി 14 അൾട്ര co-engineered വിത്ത് ലൈക്ക, പവേർഡ് ബൈ ഷവോമി ഹൈപ്രോഎസ്. അതുപോലെ ഗൈസ്, ഇത് മാർച്ചിൽ ഏകദേശം പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു റിസർവ് എഡിഷൻ പോലെ കിട്ടിയതാണ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടിയുള്ള സംഭവം. അതിൻ്റെ ഒരു വിൻഡോ ക്ലോസ് ആയി. ഇനി ബുക്ക് ചെയ്യുന്നവർക്ക് ഈ ബോക്സ് ഒന്നും മൊത്തത്തിൽ കിട്ടത്തില്ല, ഈ ഒരു ഫോണിന്റെ പെട്ടി മാത്രമായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഫോൺ അൺബോക്സ് ചെയ്യാം. ഷവോമി, നമുക്ക് ആദ്യം തന്നെ ഇതെന്താണ്, ഇതിൽ നമുക്ക് വേറൊരു റബ്ബർ കേസ് കൊടുക്കാം കേട്ടോ. റബ്ബർ അല്ല, ഇതൊരു പ്ലാസ്റ്റിക് കേസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്ന ഫോൺ ബ്ലാക്ക് കളറാണ്. ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഇനി ഇവിടെ നമ്മളെ ഫോൺ തൽക്കാലം വാവ് പൊളിയില്ലേ. ഇത്തിരി വെയിറ്റ് ഉണ്ട്, പക്ഷെ വൺ ലുക്കാണ്. നമുക്ക് നോക്കാം വേറെ എന്തുണ്ട്. 120 വാട്ട്സിൻ്റെ ഒരു ചാർജർ ഉണ്ട്. നമ്മളെ ഫോൺ 90 വാട്ട്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് 120 വാട്ട്സിൻ്റെ ചാർജർ നമുക്ക് ഷവോമി 14 വാങ്ങിയപ്പോഴത്തേക്കും നമുക്ക് 120 വാട്ട്സിൻ്റെ ചാർജർ കിട്ടിയിരുന്നു. ഇത് PD സപ്പോർട്ട് ചെയ്ത് ചാർജ്, നമുക്ക് ലാപ്ടോപ്പും മാക്ബുക്കും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാം. ഒരു Type-A to Type-C കേബിൾ ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. സോ ബോക്സിലേക്ക് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് 50 MB കോഡ് ക്യാമറ, ലൈക്കയുടെ കോഡ് ക്യാമറ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8th Gen 3 ആണ്. 2K 120Hz LTPO AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 90 വാട്ട്സ് ഹൈപ്പർ ചാർജ് വരുന്നുണ്ട്. നാനോടെക് വീഗൻ ലെതർ ആണ് ബോഡിയിൽ വരുന്നത്, അതായത് ഫോണിന്റെ ബാക്കിൽ വരുന്നത് ലെതർ ആണ്. വേറെ പിന്നെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളെ 2024 ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗജഗില്ലാടി ഒരു ഫോണാണിത്. അതായത് പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിലും, പ്രീമിയം ലുക്ക്, ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, ക്യാമറയുടെ കാര്യത്തിലാണെങ്കിൽ പൊപ്പൊളി. ക്യാമറ വേറെ ലെവലാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ്. അപ്പോൾ നമുക്കിനി ഫോൺ എങ്ങനെയുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാം. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ഫോണാണ്. പിന്നെ കയ്യിൽ നിൽക്കുമെന്ന് ചോദിച്ചാൽ ഈ ക്യാമറ ബമ്പൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. നമ്മുടെ കൈ ഇങ്ങനെ ക്യാമറ ലെൻസിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫോൺ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ നമ്മുടെ ആ ഒരു ക്യാമറ ബമ്പിൽ തട്ടുന്നുണ്ട് കേട്ടോ. ക്യാമറ ബമ്പ് ഈ ഒരു സൈഡിലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ബാലൻസിങ് അത്യാവശ്യം നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നൈസ്, ഭയങ്കര പ്രീമിയം ലുക്കാണ് കേട്ടോ. ശരിക്കും നല്ല പ്രീമിയം, നല്ല ബിൽഡ് ക്വാളിറ്റി. സോ പിന്നെ നമ്മൾ ഫോണിൻ്റെ സൈഡ്സ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഈ സൈഡ് ഇങ്ങനെ ഒരു ബ്രഷ്ഡ് ആയിട്ടുള്ള മെറ്റൽ ഫിനിഷാണ് വരുന്നത്. ബ്രഷ്ഡ് ആണ്, ഗ്ലോസി അല്ല. ഇവിടെ നമുക്ക് വോളിയം ബട്ടൺ വരുന്നുണ്ട്, പവർ ബട്ടൺ വരുന്നുണ്ട്. താഴെ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ സ്പീക്കർ വരുന്നുണ്ട്, Type-C പോർട്ട് വരുന്നുണ്ട്, മൈക്രോഫോൺ വരുന്നുണ്ട്, സിം ട്രേ വരുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. ഇവിടെ വേറെ സംഭവങ്ങളൊന്നുമില്ല. മുകളിൽ വരുമ്പോഴത്തേക്ക് മുകളിലും ഒരു സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ബ്ലാക്ക് വീഗൻ ലെതർ. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാമറ ബമ്പ് തന്നെയാണ് വരുന്നത്. ബിക്കോസ് അത് നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇത്രയും വലിയൊരു ക്യാമറ മോഡ്യൂൾ വരുമ്പോഴത്തേക്ക് ഈ ഒരു ക്യാമറ ബമ്പ് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. 1 inch സെൻസറും 10 MB കോഡ് ലെൻസ് ഒക്കെ, കോഡ് ക്യാമറ സിസ്റ്റം വരുമ്പോഴത്തേക്ക് എന്തായാലും ഇത്രയൊരു
ക്യാമറ ബമ്പ് എന്തായാലും വന്നേ പറ്റുള്ളൂ. ഇവിടെ പഞ്ച് ഹോൾ ഡിസൈനിൽ നമ്മൾ സെൽഫി ക്യാമറ വരുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് ഇതിനകത്തൊരു സ്ക്രീൻ ഗാർഡ് അവർ ഒട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സ്ക്രീൻ ഗാർഡാണ്. നമുക്ക് അത് ഇളക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇളക്കി കളഞ്ഞിട്ട് വേറെ ഒട്ടിക്കാം. ഇത് പിന്നെ കർവ് ഡിസൈൻ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നല്ല സ്ക്രീൻ ഗാർഡുകൾ വേറെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇൻ കേസ് അത് അവൈലബിൾ ആവുകയാണെങ്കിൽ മാത്രം ഇത് ഇളക്കി കളഞ്ഞിട്ട് വേറെ ഒട്ടിക്കാൻ നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോട് കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി വെയിറ്റ് ബാലൻസിംഗ് ഒക്കെ അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഫോൺ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ക്യാമറയുടെ വെയിറ്റ് ഇങ്ങോട്ട് കിടക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് കേട്ടോ. അപ്പോൾ മേടിച്ച് ഉപയോഗിക്കുന്നവർ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ബിക്കോസ് ഇത്രയും വലിയൊരു മോഡ്യൂൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ശരിക്കും നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഫോൺ ഇങ്ങനെ അങ്ങ് മറന്നു പോകും. അപ്പോൾ അത് നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നോർമലി ഷവോമിയുടെ ഫോണിലെല്ലാം ഒരു IR ബ്ലാസ്റ്റർ വരുന്നതാണ്. അതിപ്പോൾ Xiaomi 14 ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സാധാരണ അത് ഇവിടെയാണ്, ഈ ഒരു സൈഡിലാണ് വരുന്നത്. പക്ഷേ ഈ ഫോണിലും MI 14 അത് വന്നിട്ടില്ല. MI 14 പക്ഷേ ഞാൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്യാമറ മോഡ്യൂളിന്റെ സൈഡിലായിട്ട് ശരിക്കും IR ബ്ലാസ്റ്റർ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മിക്കവാറും അവിടെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേറെ ഒന്നും പറയാനില്ല. ക്വാളിറ്റി വൈസ് പക്ക ഒരു രക്ഷയില്ല, കിഡിലും ബിൽഡ് ക്വാളിറ്റി. ഈ വീഗൻ ലെതറിന്റെ ഒക്കെ ഒരു ഫിനിഷിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് കേൾക്കുന്നുണ്ട് നിങ്ങൾ? ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് മറ്റേ ക്യാമറ കിടന്ന് കുലുങ്ങുന്നതിൻ്റെയാണ്. സോ അപ്പോൾ ലുക്ക് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പക്കാണ്, ഒരു നെഗറ്റീവും പറയാനില്ല. ശരിക്കും നമുക്ക് സ്മഡ്ജസോ കാര്യങ്ങളോ, ഈ ലെതർ ഫിഷ് ആയതുകൊണ്ട് സ്മഡ്ജസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഫിംഗർ പ്രിന്റും അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. റിസർവ് എഡിഷന്റെ കൂടെ വന്ന ബാക്കി ആക്സസറീസ് ഇതിനകത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കിയിട്ട് ബാക്കി നമുക്ക് ഫോണിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഓക്കെ, സോ ഇതാണ് നമ്മളെ റിസർവ് എഡിഷന്റെ കൂടെ വന്ന ലിമിറ്റഡ് എഡിഷൻ കേസ് എന്ന് പറയുന്നത്. ഈ കേസ് നമുക്ക് ഈ ഫോണിൽ ഇട്ട് നോക്കാം. ഓക്കെ, സെറ്റ്. ഈ ഒരു ലുക്ക് കിട്ടും ഫോണിന്. കുറച്ചുകൂടെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നില്ലേ? ഒരു ചെറിയ കുഞ്ഞ് ക്യാമറ ഒക്കെ ഇരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നില്ലേ അല്ലേ? ഈ ബട്ടൺ എന്തിനാണെന്നുള്ളത് ഒരു സെക്കൻഡ്. ഓ മാൻ, ഇത് കണ്ടോ? ഈ കേസിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ? ഈ ബട്ടൺ ഞെക്കിയിട്ട് നമുക്ക് ഈ റിങ് ഇതിൽ നിന്ന് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് ഇളക്കിയെടുക്കാം. കണ്ടോ? നമുക്ക് കണ്ടോ, ഇപ്പോൾ തന്നെ ലോക്കായി. അതാണ് സംഭവം. ഈ ബട്ടൺ ഞെക്കിക്കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഈ ബട്ടണിൽ ഇങ്ങനെ ഞെക്കിക്കൊണ്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, കണ്ടോ? ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, കണ്ടോ? ഈ ബട്ടണിൽ ഇങ്ങനെ ഞെക്കിയിട്ട് നമുക്ക് ഈ സാധനം കറക്കി ഇളക്കിയെടുക്കാം. അതാണ് സംഭവം. ഓക്കെ, ദാറ്റ്സ് നൈസ്. ഇനി നമുക്ക് ഉള്ളത് ഇതിനകത്ത് ആ ഒരു ഫിൽറ്ററിന്റെ അഡാപ്റ്റർ വിട്ട്, അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇത് ഊരിട്ട് ഫിൽറ്ററിന്റെ അഡാപ്റ്റർ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഹൈഡഡ് പോളറൈസർ ഫിൽറ്ററും കൂടെ ഇതിനകത്ത് ഇട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പോളറൈസർ ഫിൽറ്ററിന്റെ അഡാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കേസിനകത്തുള്ള ഈ റിങ് ഊരിയിട്ട് ഈ സാധനം അതിലിടാൻ പോവാണ്. നമ്മൾ ആ ബട്ടൺ ഞെക്കി അതിങ്ങനെ ഇളക്കി. ഓക്കെ, ഇനി നമ്മൾ ഇതാണ് ശരിക്കും ഇതിൻ്റെ കൂടെ വന്ന ഫിൽറ്ററിൻ്റെ അഡാപ്റ്റർ. അത് നമ്മൾ ഒരു റെഡ് കളർ ഉണ്ട് ഇവിടെ കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഈ അഡാപ്റ്ററിൻ്റെ ഈ സൈഡിൽ ഒരു റെഡ് കളർ നിങ്ങൾക്ക് കാണാം. അതൊരു ഡോട്ടാണ്. അതുപോലെ ഈ കേസിൻ്റെ ഇവിടെ ഒരു റെഡ് കളർ ഉണ്ട്. അപ്പോൾ അത് രണ്ടും മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇത് വെച്ചിട്ട് അഡാപ്റ്റർ നമ്മൾ ഇട്ടു. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു അഡാപ്റ്ററിനകത്ത് നമുക്ക് ആ ഹൈഡഡ് ഫിൽറ്റർ ഇടാനുള്ള ഒരു ത്രെഡ് ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇത് ഇടാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിൽറ്റർ, പോളറൈസർ ഫിൽറ്റർ. കണ്ടോ, ടോൺ മാറുന്ന കണ്ടോ നിങ്ങൾ? ഇതേപോലെ നമുക്ക് അത് ഇതിനകത്ത് ഇപ്പോൾ ഇത് ശരിക്കും കാണുമ്പോൾ ശരിക്കും ഒരു ക്യാമറയ്ക്കകത്ത് ലെൻസ് ഇട്ടിരിക്കുന്ന ഒരു ഫീലില്ലേ, ആ രീതിയിൽ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് യൂസ് വരുന്നത് ശരിക്കും നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രോ മോഡലൊക്കെ ഇട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് വെടിച്ചില്ല ക്വാളിറ്റിയിൽ നമുക്ക് സാധനം കിട്ടും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചിട്ട് ബാക്കി ഫോണിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഫോൺ ഒന്ന് ഓണാക്കി നോക്കാം. യെസ്, MI പവേർഡ് ബൈ ആൻഡ്രോയിഡ് HyperOS. നമുക്ക് വൈഫൈ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഫോൺ കംപ്ലീറ്റ്ലി ലോഡായി നമ്മളായി കിട്ടിയിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Xiaomi HyperOS ബേസ്ഡ് ഓൺ Android 14 ആണ് നമുക്കിതിൽ കിട്ടുന്നത്. ഈ HyperOS അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു OS ആണ് കേട്ടോ. MI UI വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും നല്ല സ്മൂത്ത് ആണ്, നല്ല ലൈറ്റ് ആണ്. പിന്നെ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും Xiaomi ഇതിന് തരുന്നത്. പക്ഷേ ഇത് കൃത്യമായിട്ട് തന്നാൽ മതി. കാര്യം പഴയ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ വളരെ റെയർ ആയിട്ടാണ് Xiaomi നമുക്ക് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. HyperOSന്റെ കാര്യത്തിലെങ്കിലും ആ കാര്യങ്ങൾ അവർ മാറ്റി ശ്രദ്ധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ നെക്സ്റ്റ് പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നിലവിൽ കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് സ്പെക്ക് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് സ്നാപ്ഡ്രാഗന്റെ 8th Gen 3 ആണ് പ്രോസർ ഇരിക്കുന്നത്. 16 GB 512 GB ഒരു കോൺഫിഗറേഷനാണ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഫോൺ. അത് 16 GB റാമും 512 GB സ്റ്റോറേജും, അതും UFS 4 ആണ്. നമുക്ക് കിട്ടുന്ന ടൈപ്പ് C പോർട്ട് എന്ന് പറയുന്നത് 3.2 Gen 1 ആണ്. സോ പെർഫോമൻസിന്റെ കാര്യത്തിലും ഡേറ്റ ട്രാൻസ്ഫറിന്റെ കാര്യത്തിലും യാതൊരു വിധത്തിലെ കോംപ്രമൈസും ഈ ഫോൺ തരത്തില്ല. പക്ക പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും, അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. പിന്നെ അടുത്ത ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ശരിക്കും ഇതിനകത്ത് വരുന്നത്. അത് ഡൈനാമിക് റിഫ്രഷ് റേറ്റ് ആണ്. അതായത് നിങ്ങൾ എന്ത് കണ്ടന്റ് ആണോ ഫോണിൽ കാണുന്നത് അതനുസരിച്ച് നിങ്ങൾ റിഫ്രഷ് റേറ്റ് ഓട്ടോമാറ്റിക്കലി ഫോൺ തന്നെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ DCI P3 കളർ ഗാമറ്റ് ആണ്. അതായത് ട്രൂ കളർ ആയിരിക്കും നിങ്ങൾക്ക് ഫോണിൽ കിട്ടുന്ന, മീൻസ് കളർ ആക്യുറസി പക്ക ആയിരിക്കും. പിന്നെ ഡോൾബി വിഷൻ HDR10+ ഒക്കെ സപ്പോർട്ട് വരുന്നുണ്ട്. 1000 nits ബ്രൈറ്റ്നസും 3000 nits പീക്ക് ബ്രൈറ്റ്നസും കിട്ടും. സോ ഡേ ലൈറ്റിലൊക്കെ നിങ്ങൾ പുറത്തൊക്കെ കൊണ്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫോണിന്റെ സ്ക്രീൻ കാണാൻ ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥകൾ അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ല. പക്കാണ്, ധൈര്യമായിട്ട് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. പിന്നെ മെയിൻ ആയിട്ട് എല്ലാവരും ഇതിനകത്ത് നോക്കി കാണുന്ന ഇതിന്റെ ക്യാമറയുടെ കാര്യം. 50
മെഗാ പിക്സലിന്റെ 4 ക്യാമറ വരുന്നുണ്ട്. അതും ലൈക്കയുടെ കൊളാബറേഷനോട് കൂടി വരുമ്പോഴത്തേക്ക് ക്യാമറയുടെ മീൻസ് ഫോട്ടോയുടെ ക്വാളിറ്റി ഒക്കെ വേറെ ലെവലാണ്. ഈ ലൈക്കയുടെ വേരിയോ സൂംലെക്സ് എന്നോ മറ്റോ പറയുന്ന ഒരു ലെൻസ് ടെക്നോളജിയും അവരുടെ കളർ സയൻസും ഒക്കെയാണ് ശരിക്കും ക്യാമറയ്ക്കകത്ത് ഷവോമി യൂസ് ചെയ്തിരിക്കുന്നത്. 4 ക്യാമറയുടെ ഡീറ്റെയിൽസ് പറയുമ്പോഴത്തേക്ക് ഒരു നോർമൽ ക്യാമറ, 2 ടെലിഫോട്ടോ ക്യാമറ, ഒരു അൾട്രാ വൈഡ് ക്യാമറ അങ്ങനെയാണ് വരുന്നത്. അതിനകത്ത് ഈ നോർമൽ ക്യാമറ എന്ന് പറയുന്നത് 23mm ആണ്. അതിന്റെ ഓപ്പണിംഗ് വരുന്നത് 1.6 ആണ്. ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ അപ്പർച്ചർ, അതായത് ഈ ഓപ്പണിംഗ് കൂടുമ്പോഴത്തേക്ക് ഈ സെൻസറിലേക്ക് ലൈറ്റ് വീഴുന്നതിന്റെ എമൗണ്ട് നന്നായിട്ട് കൂടും. സോ നിങ്ങൾക്ക് ഡേ ലൈറ്റിലാണെങ്കിലും പ്രത്യേകിച്ച് നൈറ്റിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് അത്രയും ലൈറ്റ് സെൻസറിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നൈറ്റിലൊക്കെ സുന്ദരമായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതായത് ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാം. അതുകൂടാതെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്യാമറയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് 75mm ആണ്. 75mm എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരോട്ടുള്ള ക്യാമറ, അതായത് ടെലിഫോട്ടോ ക്യാമറയാണ്. അത് ദൂരോട്ടുള്ള സാധനങ്ങൾ എടുക്കാം. അതുകൂടാതെ ആ ലെൻസ് വെച്ച് തന്നെ നിങ്ങൾക്ക് 10 സെന്റിമീറ്റർ, അതായത് 10 സെന്റിമീറ്റർ അടുപ്പമുള്ള മാക്രോ ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റും. അതിന്റെ ഓപ്പണിംഗ് വരുന്നത് 1.8 ആണ്. അതിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് 120mm ടെലിഫോട്ടോ ലെൻസ് ആണ്. അതായത് കുറച്ചുകൂടെ ദൂരത്തോട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതിന്റെ ഓപ്പണിംഗ് വരുന്നത് 2.8 ആണ്. അത് വെച്ച് നിങ്ങൾക്ക് 30 സെന്റിമീറ്റർ കുറച്ചുകൂടെ ദൂരത്ത് വെച്ചുള്ള മാക്രോ ഫോട്ടോഗ്രാഫി അത് വെച്ച് എടുക്കാൻ പറ്റും. അതിനകത്തും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. 4ാമത്തെ ക്യാമറയാണ് അൾട്രാ വൈഡ് ക്യാമറ. അതിന്റെ ഓപ്പണിംഗ് വരുന്നത് 1.8 ആണ്. പക്ഷേ അതിനകത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരും. നോർമലി അൾട്രാ വൈഡ് ക്യാമറയ്ക്കകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നത് വളരെ റെയർ ആണ്. പിന്നെ ഈ ലൈക്ക ഓതന്റിക്, ലൈക്ക വൈബ്രന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടോണുകൾ, പല ഫിൽറ്റേഴ്സ് ഇൻബിൽറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് ഈ ലൈക്കയുടെ തന്നെ ഹൈ കോൺട്രാസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഫോട്ടോ എടുത്ത രക്ഷയില്ല, വേറെ ലെവൽ ഫോട്ടോ. പ്രത്യേകിച്ച് പോർട്രേറ്റ് ഒക്കെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുകയാണെങ്കിൽ വമ്പം ഫോട്ടോസ് കിട്ടും, ഭയങ്കര കിടിലമാണ്. പിന്നെ നിങ്ങൾക്ക് ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ലെൻസുകൾ മാറി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അതിനകത്ത് ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഈ കണ്ടില്ലേ, ഇതിനകത്ത് താഴെ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് അതിനകത്ത് ഓരോന്നിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലെൻസുകൾ മാറ്റി ഫോട്ടോ എടുക്കാൻ പറ്റും. റോ ഫോട്ടോസ് ഷൂട്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ പ്രോമോഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു DSLR ക്യാമറയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അമ്മാതിരി ഫീച്ചേഴ്സും കാര്യങ്ങളും ഓപ്ഷൻസും പാരാമീറ്റേഴ്സും ഒക്കെ ഇതിനകത്ത് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് നടത്തി ഫോട്ടോസ് ഒക്കെ എടുക്കാം. ശരിക്കും ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ക്യാമറയെക്കാളും ശരിക്കും ബെറ്റർ ഓപ്ഷൻ വേറെ ഇല്ലെന്ന് തന്നെ പറയാൻ നിലവിൽ. നൈറ്റ് ഫോട്ടോഗ്രാഫി, പോർട്രേറ്റ് നൈറ്റ് മോഡ്, ലോങ് എക്സ്പോഷർ, അങ്ങനെ ചപ്പ് ചവർ എന്തൊക്കെ വേണോ എല്ലാം ഉണ്ട്. നെക്സ്റ്റ് വീഡിയോയുടെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 8K 60 FPS ഷൂട്ട് ചെയ്യാം. പക്ഷേ അതിനകത്ത് ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യില്ല. ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4K എടുക്കാം. 4K നിങ്ങൾക്ക് 60 FPS വിത്ത് ഡോൾബി വിഷൻ സപ്പോർട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ പിന്നെ 120 FPS സ്ലോ മോഷനും HDR ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിലും 4K 30 FPS വിത്ത് ഡോൾബി വിഷൻ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം കിടിലമായിരിക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞില്ല. ബിക്കോസ് Xiaomi 14 ഞാൻ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ട് റിയർ ക്യാമറയിൽ യാതൊരു പ്രശ്നമില്ല. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഡിസപ്പോയിന്റ് ആണ്. ഈ അത്രയും ക്വാളിറ്റി ഒന്നും എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത്. ബിക്കോസ് നമ്മൾ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇത്ര ലൈറ്റ് കൂടി നിൽക്കുകയാണെങ്കിൽ അതെല്ലാം ബോൺ ഔട്ട് ആയി പോകുന്ന ഫീൽ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെയും എത്രത്തോളം കിടിലമായിരിക്കും എന്നുള്ള എനിക്ക് അറിഞ്ഞിട്ട് അത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാം. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അത് എനിക്ക് ഈ സെഗ്മെന്റിൽ ഏകദേശം എല്ലാ ഫോണുകൾക്കും ആ ഒരു ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് 90 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, 50 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, പിന്നെ റിവേഴ്സ് ചാർജിങ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് Xiaomi 14 Ultra'യുടെ ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് അതൊക്കെ പറയാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഈ ഫോണിലുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടതായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം പറ്റുന്നത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ അപ്പോൾ ഓക്കെ ഗൈസ്, ഇതിപ്പോൾ നിലവിലെ Xiaomiയുടെ സൈറ്റിൽ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. പക്ഷേ ഈ റിസർവ് എഡിഷൻ നിങ്ങൾക്ക് ഇനി കിട്ടില്ല. നിങ്ങൾക്ക് നോർമലി ഫോൺ മാത്രമായിട്ടുള്ളത് കിട്ടുള്ളൂ ഇനി. സോ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം. എനിക്കൊന്ന് ICICI HDFC കാർഡിനൊക്കെ 5,000 ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ 18 months നോ കോസ്റ്റ് EMI ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ്. സോ താല്പര്യമുള്ളവർ നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, തൽക്കാലം അത്രയാണ്. അപ്പോൾ ഓക്കെ, ബൈ.